ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട്, പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഐഡിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, അതൊന്നും അറിയണ്ടായിരുന്നില്ല. എൻ്റെ പേര് രവികിരൺ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. ഞാൻ ഫസ്റ്റ് ബി.ടെക് ആണ് ചെയ്തത്. അങ്ങനെ ബി.ടെക് കഴിഞ്ഞ് എനിക്ക് കുറച്ച് സപ്ലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇപ്പോൾ എന്തെങ്കിലും കോഴ്സ് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഫിൻപ്രോയ്ക്ക് വരുന്നത്. ഫ്രണ്ട് വഴിയാണ് നടന്നത്. പക്ഷേ ഇവിടെ വന്ന് പിന്നെ പുതിയ ഫ്രണ്ട്സായി, പുതിയ ആൾക്കാരായി. ഇപ്പോൾ ശ്രീജിത്ത് സാറാണെങ്കിലും എല്ലാത്തിനും കമ്പനിയായിരുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. ഇൻ്റർവ്യൂ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും എല്ലാ കാര്യത്തിനും ആൾ തന്നെ സപ്പോർട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട്, പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഐഡിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, അതൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി അറിഞ്ഞ്. പിന്നെ സാർ എല്ലാ കാര്യത്തിലും ഇപ്പോൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ലീഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്യാമ്പയിൻ എങ്ങനെ ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ ഫിൻപ്രോയിൽ വന്നിട്ടാണ് പഠിപ്പിച്ചത്. പിന്നെ ബാക്കി സ്റ്റാഫുകളായാലും ടീച്ചർമാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു.